ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് 38ാം പിറന്നാളാണ്. പ്രിയ ഹിറ്റ്മാനെ പിറന്നാൾ ആശംസകൾ നേരുകയാണ് ക്രിക്കറ്റ് ലോകവും ആരാധകരും. ഹാപ്പി ബർത്ത്ഡേ. ക്രിക്കറ്റ് കളിക്കുന്നത് ഇത്ര എളുപ്പമാണോ? രോഹിത് ശർമ്മയുടെ ചില ഷോട്ടുകൾ കണ്ടാൽ ക്രിക്കറ്റ് കാണാത്തവർ, പിന്തുടരാത്തവർ ഇങ്ങനെ ചോദിച്ചേക്കാം. കാരണം എഫേർട്ട്ലെസ് ഷോട്ട്സ് എന്തെന്നറിയണമെങ്കിൽ രോഹിത് ശർമ്മയെ നോക്കണം. നെഞ്ചിനെയും തലയെയും ലക്ഷ്യമിട്ടെത്തുന്ന ഷോർട്ട് പിച്ച് പന്തുകളെ പുൾ ചെയ്ത് അയാൾ ഗ്യാലറിയിൽ എത്തിക്കുന്നത് കാണണം. ലോക ക്രിക്കറ്റിൽ വെടിക്കെട്ട് ബാറ്റർമാർ ഏറെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഹിറ്റ്മാൻ ഒന്നേയുള്ളൂ, ഇന്ത്യയുടെ സ്വന്തം രോഹിത് ഗുരുനാഥ് ശർമ്മ. നാഗ്പൂരിലെ ഒറ്റമുറി വീട്ടിലെ പട്ടിണിക്കാലത്ത് നിന്ന് ടീം ഇന്ത്യക്ക് 2 ICC കിരീടങ്ങൾ സമ്മാനിച്ച നായകനിലേക്കുള്ള അയാളുടെ യാത്ര എളുപ്പമായിരുന്നില്ല. തിരിച്ചടികളും തഴയലുകളും വൻ തിരിച്ചുവരവുകളും എല്ലാം കൊണ്ട് സംഭവ ബഹുലമാണ് രോഹിത്തിന്റെ 18 വർഷം നീണ്ട കരിയർ. വൈറ്റ് ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അയാളെ ഒഴിവാക്കാനാവില്ല. ഏകദിന ക്രിക്കറ്റിലെ 3 ഇരട്ട സെഞ്ചുറികളും 2020-ലെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേട്ടവുമെല്ലാം അതിന് സാക്ഷ്യം. ഒരു വ്യാഴവട്ടക്കാലത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച ഇന്ത്യക്ക് 2020 ലോകകപ്പും അടുത്തിടെ ICC ചാമ്പ്യൻസ് ട്രോഫി കിരീടവും സമ്മാനിച്ച എക്കാലത്തെ മികച്ച ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റിലും തന്റേതായ ഒരു ഇരിപ്പിടം അയാൾ വലിച്ചിട്ടു. കഴിഞ്ഞ 1 വർഷക്കാലമായി രോഹിത്തിന്റെ ഫോമിനെ കുറിച്ച് ആശങ്കകളുണ്ട്, വിരമിക്കണമെന്നുള്ള മുറവിളികളുമുണ്ട്. ഈ IPL-ന്റെ തുടക്കത്തിൽ അത് കൂടുതലായി. എന്നാൽ തുടർച്ചയായ 2 അർദ്ധ സെഞ്ചുറികളോടെ തന്നിൽ ഇനിയും ക്രിക്കറ്റ് അവശേഷിക്കുന്നെന്ന് രോഹിത് അടിച്ചു പറയുന്നു. കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരെ നഷ്ടമായ ഏകദിന ലോകകപ്പ് ടീം ഇന്ത്യ വീണ്ടും മോഹിക്കുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാൻ രോഹിത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നവരും ഏറെ. സ്പോർട്സ് ഡെസ്ക് 24.